നമസ്കാരം. CPM-കാർക്ക് കണ്ണിൽ കണ്ടുകൂടാത്തൊരു മാധ്യമ പ്രവർത്തകയാണ് നിഷ പുരുഷോത്തമൻ. അവർ മനോരമ ന്യൂസിൻ്റെ സീനിയറായിട്ടുള്ള ഒരു അവതാരികയാണ്, ഹൈറേഞ്ചുകാരിയാണ്. അവർക്കൊരു കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യം, അവരുടെ പിതാവ് ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അതുകൊണ്ട് CPM-കാർ അവസരം കിട്ടുമ്പോഴൊക്കെ നിഷ പുരുഷോത്തമനെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യും. അനേകം തവണ വ്യക്തിഹത്യയ്ക്കും വ്യാജ പ്രചരണങ്ങൾക്കും ഇരയായിട്ടുള്ള അപൂർവം വനിതാ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് നിഷ. നിഷയുടെ പരാതിയൊന്നും പോലീസ് ഗൗരവത്തോടെ എടുത്തിട്ടില്ല. എന്തു വൃത്തികേടും ഏത് സ്ത്രീയെക്കുറിച്ചും പറയാൻ CPM-കാർക്ക് ലൈസൻസ് ഉള്ളതുകൊണ്ട് നിഷ അതിന് ഇരയായി. നിഷ മാത്രമല്ല, ഷാനി പ്രഭാകരനും സിന്ധു സൂര്യകുമാറും ഒക്കെ ഇത്തരം സൈബർ റേപ്പിങ്ങിന് ഇരയായിട്ടുള്ള അവതാരികമാരാണ്. നമ്മുടെ നാട്ടിൽ സഖാക്കൾക്ക് ലൈസൻസാണ്, അവർക്ക് ഏത് സ്ത്രീയെക്കുറിച്ചും മോശം പറയാം. അതേസമയം തട്ടിപ്പുകാരെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് നമുക്കിതിരെ കേസെടുക്കും. മര്യാദയ്ക്കും മാന്യമായിട്ടും മാത്രം സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്ന മറുനാടനെതിരെ എത്രയോ വ്യാജ കേസുകൾ എടുത്തിട്ടുണ്ട്. ഇതാണ് CPM-ന്റെ ഒരു രീതി. അങ്ങനെ നിഷ പുരുഷോത്തമനെ അവഹേളിച്ചും അപമാനിച്ചും ബുദ്ധിമുട്ടിച്ചും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കൾ പൊടുന്നനെ നിഷ ഫാൻസായി മാറുന്നു. ഏത് ഗ്രൂപ്പിൽ ചെന്ന് നോക്കിയാലും നിഷ പുരുഷോത്തമനെ കുറിച്ച് സ്തുതികളാണ്. നിഷ പുരുഷോത്തമൻ പിണറായി സർക്കാരിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകം അവർ പ്രചരിപ്പിക്കുകയാണ്. അത് ഇതാണ്: വയനാട്ടിലേക്കൊരു തുരങ്കപാത, കിലോമീറ്ററുകൾ നീളുന്ന മലയോര പാതകൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരിപ്പാത, എല്ലാ നഗരങ്ങളിലും ബൈപ്പാസുകൾ, സ്മാർട്ട് റോഡുകൾ, ജലപാതകൾ, മെട്രോയും വാട്ടർ മെട്രോയും, തെക്കേ അറ്റത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു തുറമുഖം. 1/2 നൂറ്റാണ്ട് കൊണ്ടുണ്ടാകേണ്ട വികസനം കേവലം 1 ദശാബ്ദം കൊണ്ട് നേടുകയാണ് നാം. കേരളം മാറുകയാണ്. ലോക ഭൂപടത്തിൽ വ്യത്യസ്തമായ ഒരു കേരള മാതൃക വരച്ചു ചേർത്ത് അസാധ്യമെന്ന് വിധി എഴുതിയതെല്ലാം, അനുവദിക്കില്ലെന്ന് വെല്ലുവിളിച്ചതെല്ലാം ഓരോന്നോരോന്നായി തലയെടുപ്പോടെ ഉയർന്നു പൊങ്ങുകയാണ്. എത്ര ദുരിതപർവങ്ങളാണ് ഈ 10 വർഷക്കാലം കൊണ്ട് നാം നീന്തിക്കയറിയത്. മുന്നോട്ടു പോക്ക് തന്നെ അസ്തമിച്ചുവെന്ന് തോന്നിയിടത്ത് ഇനി എന്തെന്ന് പകച്ചു നിന്ന ജനതയോട് നമ്മൾ ഒരുമിച്ചങ്ങിറങ്ങുകയല്ലേ എന്ന് ചോദിച്ചൊരു ഭരണാധികാരി, ലോകത്തിന് മുന്നേ കേരളം എന്ന് ചിന്തിക്കുന്ന ഒരു ക്രാന്തദർശി. അതെ, പിണറായി വിജയൻ എന്നൊരു കമ്മ്യൂണിസ്റ്റിന്റെ ദീർഘവീക്ഷണത്തിന്റെ സ്വാദ് കൂടിയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന നവകേരളം. തുരങ്കപാത അനുവദിക്കില്ലെന്ന് പറഞ്ഞവർ ഇന്ന് ആ നേട്ടത്തിന്റെ പങ്കുപറ്റാൻ ശ്രമിക്കുന്നതാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി. അതെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം പിണറായി വിജയനാകണം. ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകളോ ആശുപത്രികളോ വിദ്യാലയങ്ങളോ തുറമുഖങ്ങളോ തുരങ്കപാതയോ ഒന്നും അവസാനത്തേതല്ല. ഇതൊരു തുടർച്ചയാണ്. പൊരുതി നേടിയ മുന്നേറ്റങ്ങളുടെ തുടർച്ച, മികച്ച അടിസ്ഥാന സൗകര്യമെന്ന അവകാശത്തിന്റെ തുടർച്ച, മികച്ച ജീവിത നിലവാരത്തിന്റെ തുടർച്ച, ആധിയുള്ള മനുഷ്യന്റെ മുൻപിൽ തലകുമ്പിട്ടവനെ കേൾക്കുന്ന ജനകീയതയുടെ തുടർച്ച. ഇനിയും മുന്നേറാനുണ്ട് ഒരുപാട് കാതങ്ങൾ. ഓരോന്നായി നേടുകയാണ് നാം ഈ നാടിനെ നയിക്കുന്ന തളരാത്ത കരുത്തിന്റെ കൈപിടിച്ച്. എന്റെ ശ്രദ്ധയിൽ ഇത് ആദ്യം പെടുന്നത് തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ദിലീപ് മലയാലപ്പുഴ എന്ന ദേശാഭിമാനിയുടെ ഏറ്റവും മുതിർന്ന ലേഖകരിൽ ഒരാളിട്ടപ്പോഴാണ്. അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി മനോരമ പോലും നിലപാട് തിരുത്തി എന്ന് പറഞ്ഞ് നിഷ പുരുഷോത്തമന്റെ ഈ ശബ്ദരേഖ ഇട്ടു തന്നു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ചില സംഖ്യകൾ എനിക്ക് ഇട്ടു തന്നു. കണ്ടോ, ഇതാണ് ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ്. അടിസ്ഥാനപരമായി സമയമാവുമ്പോൾ ഏതു മാധ്യമത്തെയും വിലക്കെടുക്കാൻ കഴിയും. നിഷ പുരുഷോത്തമനൊക്കെ ചെയ്ത പണി കണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് ചിലർ ഇട്ടു തന്നു. സത്യം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കും വിഷമം വന്നു. നിഷ പുരുഷോത്തമനെ പോലൊരാൾ ഇങ്ങനെയൊക്കെ പറയാമോ? ഹോർത്തൂസ് എന്ന പേരിൽ മനോരമ എറണാകുളത്തെ ഒരു പ്രദർശന ഷോ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയ പിണറായിയെ സ്തുതിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. കാരണം അതിന്റെ പശ്ചാത്തലമൊക്കെ അത്തരമൊന്നായിരുന്നു. സാധാരണഗതിക്ക് ഇത്തരം ഏത് ശബ്ദരേഖ കേട്ടാലും അതിന്റെ ആധികാരികത പരിശോധിച്ചിട്ട് മാത്രമേ ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയാറുള്ളൂ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഏതാണ്ട് വിശ്വാസം തോന്നി. ഞാൻ അതുകൊണ്ട് തന്നെ നിഷ പുരുഷോത്തമന് ഇത് ഇട്ടുകൊടുത്തു. നിഷയോട് ഞാൻ പറഞ്ഞു, നിഷേ കേട്ടിട്ട് രോമാഞ്ചം കൊണ്ടു കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. നിഷ എനിക്ക് മെസ്സേജ് അയച്ചു, പൊന്നു ചേട്ടാ, അത് AI ആണ്. എൻ്റെ FB-യിൽ ഞാൻ ഇട്ടിരുന്നു, കുറെ ഇറക്കിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഇത് AI ആണ് നമുക്ക് തോന്നില്ല. നിഷയുടെ അതേ ശബ്ദം, നിഷയുടെ രൂപം കാണിക്കുന്നില്ല, നിഷയുടെ അതേ ശബ്ദം. മാത്രമല്ല വളരെ ആവേശത്തോടു കൂടി ഇത് പറയുന്നു. ഈ ആവേശത്തോടു പറയുമ്പോൾ സ്വാഭാവികമായും അതിന് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ കരുതുന്നത് എന്താണ്? ഇത് മനോരമയുടെ ഹോർത്തൂസിലോ മറ്റോ പങ്കെടുത്തതാവാം, അപ്പോൾ അവർ സുഖിപ്പിച്ചതാവാം. ഞാൻ ഞെട്ടിപ്പോയി. അതിലെ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗങ്ങളും വ്യാജമാണ്. ഇവിടെ ഇവർ പറഞ്ഞു ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെ പിണറായിയുടെ സ്വപ്നമാണ്, പിണറായിയുടെ വാഗ്ദാനങ്ങളാണ്. ഇതൊന്നും നടപ്പിലായിട്ടില്ല. വയനാട് തുരങ്കപാത വന്നെന്ന് വരെയാണ് പറയുന്നത്. തുരങ്കപാതയുടെ സർവേ പോലും പൂർത്തിയാക്കിയിട്ടില്ല. അതിന് വനം വകുപ്പ് അടക്കമുള്ള ഒരുപാട് അനുമതി കിട്ടിയിട്ടുണ്ട്. കേരളിന്റെ കാര്യം പറയുന്നു. അല്ലെങ്കിൽ തന്നെ പ്രഖ്യാപനങ്ങളല്ലാതെ എന്താണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്? ബോബി ചെമ്മണ്ണൂറും പിണറായിയും ഒരുപോലെയാണ്. ബോബി ചെമ്മണ്ണൂർ വായി തോന്നുന്നതൊക്കെ പുതിയ പ്രസ്ഥാനമായി പ്രഖ്യാപിക്കും, പത്രങ്ങൾ വാർത്ത കൊടുക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല, തൻ്റെ ഇമേജ് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നതാണ്.
പ്രഖ്യാപിക്കുന്നത് തന്നെ നടപ്പിലാക്കാനല്ല, ഇമേജ് നിലനിർത്തി താൻ വലിയൊരു പ്രസ്ഥാനമാണ് തോന്നലുണ്ടാക്കി നാട്ടുകാരെ കയ്യിലിരിക്കുന്ന പണം പിരിക്കാൻ വേണ്ടിയാണ് ബോബി ചെമ്മണ്ണൂർ ഇത് ചെയ്യുന്നത്. അത് തന്നെയാണ് പിണറായിയും ചെയ്യുന്നത്. എന്തൊക്കെയോ നടത്തുമെന്ന് പറയും, ഒന്നും ചെയ്യില്ല, നാട്ടുകാരുടെ വോട്ട് നേടുകയാണ് ലക്ഷ്യം. നിഷ ഇതേക്കുറിച്ചൊരു പോസ്റ്റും ഇട്ടിരുന്നു. വീണ്ടും എൻ്റെ പേരിൽ വ്യാജ ഓഡിയോ, രാഷ്ട്രീയ ഭീരുത്വം ഏതറ്റം വരെ പോകും എന്നതിൻ്റെ ഒന്നാം തരം ഉദാഹരണം. നിഷ പുരുഷോത്തമന്റെ പ്രശംസയ്ക്ക് ഇത്ര വിലയുണ്ടെന്ന് കരുതുന്ന സുഹൃത്തുക്കൾക്ക് നിങ്ങൾ തരുന്ന അംഗീകാരത്തിന് നന്ദി. പക്ഷേ ശങ്കരാടി ചോദിച്ചതുപോലെ ലേശം ഉളുപ്പ്. നല്ല അടിപൊളി പ്രതികരണം. നിഷ ചോദിക്കുന്നു, എൻ്റെ പ്രശംസയ്ക്ക് നിങ്ങൾ ഇത്രയധികം വില നൽകും എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് നിർണായകമായ കാര്യമാണ്. നിഷ പുരുഷോത്തമൻ എന്ന് പറയുന്നത് ഒരു സാധാരണ മാധ്യമ പ്രവർത്തകയാണ്. ആ നിഷ പിണറായിയെക്കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഇത്രയും ആവേശം സഖാക്കൾക്ക് ഉണ്ടാവണമെങ്കിൽ, ഇത്രയധികം ആവേശത്തോടെ ഇത് ഷെയർ ചെയ്യണമെങ്കിൽ നിഷയ്ക്ക് അവർ വില കൊടുക്കുന്നത് കൊണ്ടാണല്ലോ. അതിൽ നിഷ നന്ദി പറയുന്നു, എന്നിട്ട് അവസാനം ചോദിക്കുന്നു ലേശം ഉടുപ്പ്. ഇതാണ് നമ്മുടെ സഖാക്കളുടെ അവസ്ഥ. എന്തു നുണയും അവർ പറയും, ആരുടെ പേരിലും അവർ ഫേക്കായി പലതും സൃഷ്ടിക്കും. എന്നിട്ട് ഞങ്ങളുടെ സർക്കാർ മഹത്താണ്, ഞങ്ങളുടെ പാർട്ടി മഹത്താണ്, ഞങ്ങളുടെ പിണറായി മഹത്താണ് എന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയാണ് എതിരാളികളെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ രാഷ്ട്രീയ പ്രചരണം നടത്തും, വ്യാജ പ്രചരണം നടത്തും. അതേസമയം വ്യാജ പ്രചരണത്തിലൂടെ തങ്ങളുടെ പാർട്ടിയെയും തങ്ങളുടെ സർക്കാരിനെയും ന്യായീകരിക്കാനും മുമ്പിലെത്തിക്കാനും അവർ ശ്രമിക്കും. ഈ കാലത്ത് CPIM നിർമ്മിതി ബുദ്ധിയെ എത്ര മോശമായി കൈകാര്യം ചെയ്യുന്നു, അവരുടെ നേട്ടത്തിന് വേണ്ടി അവർ അതെങ്ങനെ മോശമായി ഉപയോഗിക്കും എന്നതിന് തെളിവാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ CPIM ഈ നിർമ്മിതി ബുദ്ധിയുടെ സകല സാധ്യതകളും പ്രയോഗിക്കുമെന്ന് തീർച്ച. പാവപ്പെട്ട മനുഷ്യർ ഇതൊക്കെ സത്യമാണെന്ന് കരുതി വീണ്ടും ജനവിരുദ്ധമായി ഈ സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല.